ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്നേഹസ്പർശവുമായി ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് രാമനാട്ടുകര ന്യൂയോർക്ക് ഈവനിംഗ് സെന്ററിൽ ഒത്തുചേരൽ സംഘടിപ്പിച്ചു. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്തു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രാമനാട്ടുകരയിൽ സവിശേഷമായ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചു. രാമനാട്ടുകര ന്യൂയോർക്ക് ഈവനിംഗ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും കുട്ടികളുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു ചടങ്ങിന് നേതൃത്വം നൽകി. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്നേഹത്തിലും ദുഃഖത്തിലും പങ്കുചേരുക, അവർക്കൊപ്പം അല്പസമയം ചിലവഴിക്കുക, അവരുടെ മാനസിക ഉല്ലാസത്തിന് വഴി തുറക്കുക എന്നിവയായിരുന്നു ഈ ഒത്തുചേരലിന്റെ പ്രധാന ലക്ഷ്യം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാലാഖ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ഒത്തുചേരൽ ചെറിയൊരു പ്രോഗ്രാമാക്കി കണ്ടിരുന്ന ഈ ഒരു ഒത്തുചേരൽ വലിയ മനസ്സുകളുടെ കൂടിച്ചേരലുകളായി മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ കുശലാന്വേഷണം നടത്തിയും അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചും ഒത്തുചേരൽ ഏറെ ഹൃദ്യമായി. വേദിയെ ഉണർത്തി വിദ്യാർത്ഥികൾ പാടിയ പാട്ടുകൾക്കൊപ്പം അമ്മമാരും മറ്റുള്ളവരും ആടിപ്പാടി സന്തോഷം പങ്കിട്ടത് പരിപാടിയുടെ മാറ്റുകൂട്ടി. ചടങ്ങിൽ പ്രമുഖ സൈക്കോളജിക്കൽ കൗൺസിലറും ഫിസിയോതെറാപ്പിസ്റ്റുമായ തൽഹത്ത് കുന്നമംഗലം, കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക, സന്നദ്ധ, രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യമായ കരീം എളമരം, വാഴക്കാട് പ്രവർത്തിച്ചു പോരുന്ന ഗുഡ് ലൈഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സിറാജ് പന്തീരങ്കാവ്, മനോജ് കുമാർ തൃശൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വ്യത്യസ്തത, ഞങ്ങളെക്കാളൊക്കെ കഴിവുകളുള്ള ആളുകളാണ് സത്യത്തിൽ നിങ്ങളെല്ലാവരും. ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഒരു പക്ഷേ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടെത്താനും അത് പരിപോഷിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടായിട്ടുള്ള, ഇനിയും ഉണ്ടാവും എന്നുറപ്പുള്ള ആമിന മേഡത്തിന് ഞാൻ ആദ്യമായിട്ട് സാറ് പറഞ്ഞ പോലെ കുട്ടികളെ കൂടെ ഒരുപാട് ഞാൻ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ പങ്കെടുത്തു. പക്ഷെ കുട്ടികളെ കൂടെ ഒന്ന് ആടിപ്പാടിയത് ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം അത് എന്തുകൊണ്ടാച്ചാൽ അത് കൂടാതെ കഴിയില്ല. മക്കളല്ല, വേറെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി തന്നെയാണെങ്കിൽ ഞാൻ ആ കൂട്ടത്തിലേക്ക് നിൽക്കില്ല. കാരണം ഇവർ നമ്മളെ ജീവനാണ്. നമ്മളെ ചേർത്ത് പിടിക്കാനും പറയാനും കൂട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ധാരാളം ആളുകൾ. കുട്ടികൾക്ക് ഏറെ പ്രചോദനമേകുന്ന വാക്കുകളുമായി അവർ ഒത്തുചേരലിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിനായി ഇത്തരം വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു.